ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് കൂടുതൽ വ്യക്തതയും സൗകര്യവും നൽകുന്നതിനായി ടിക്കറ്റ് റീഫണ്ട് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രെയിൻ പുറപ്പെടുന്നതിനുള്ള സമയത്തെ അടിസ്ഥാനമാക്കി റദ്ദാക്കലിന് ലഭിക്കുന്ന റീഫണ്ടും പിഴയും നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കും ഇനി സംവിധാനം പ്രവർത്തിക്കുക. 2026 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെ ഘട്ടം ഘട്ടമായി ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. പുതുക്കിയ സംവിധാനത്തിൽ സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ റദ്ദാക്കുന്നതിനുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിയതോടൊപ്പം ബോർഡിംഗ് പോയിന്റ് മാറ്റുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും ഇളവ് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി യാത്രാ പ്ലാൻ ചെയ്യാൻ കഴിയുമെന്ന് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നു. പുതിയ നിയമപ്രകാരം ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂറിൽ കൂടുതൽ മുൻപ് ടിക്കറ്റ് റദ്ദാക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് പരമാവധി റീഫണ്ട് ലഭിക്കും. ഈ സാഹചര്യത്തിൽ ഓരോ യാത്രക്കാരനും ബാധകമായ കുറഞ്ഞ ഫ്ലാറ്റ് റദ്ദാക്കൽ ഫീസ് മാത്രം ഈടാക്കും. അതേസമയം ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരിച്ച ടിക്കറ്റ് റദ്ദാക്കിയാൽ സാധാരണ പിഴ ഈടാക്കും. ഈ ഘട്ടത്തിൽ ടിക്കറ്റ് നിരക്കിന്റെ ഏകദേശം 25% വരെ കുറവ് വരുത്തിയാണ് റീഫണ്ട് നൽകുക. എന്നാൽ ഇത് കുറഞ്ഞ നിരക്കിന് വിധേയമായിരിക്കും. ട്രെയിൻ പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ കൂടുതൽ പിഴ ബാധകമാകും. ഈ സാഹചര്യത്തിൽ മിനിമം ചാർജിന് വിധേയമായി ടിക്കറ്റ് നിരക്കിന്റെ 50% വരെ കുറച്ച് ശേഷിക്കുന്ന തുക മാത്രമേ യാത്രക്കാർക്ക് തിരികെ ലഭിക്കൂ. എന്നാൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ ഇനി റീഫണ്ട് അനുവദിക്കില്ല എന്നതാണ് പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. ഇതിനു പുറമെ ബോർഡിംഗ് പോയിന്റ് മാറ്റുന്നതിനുള്ള സൗകര്യവും റെയിൽവേ വിപുലീകരിച്ചിട്ടുണ്ട്. പുതിയ സംവിധാന പ്രകാരം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് യാത്രക്കാർക്ക് ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ അനുമതി നൽകും. ഒന്നിലധികം റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള വലിയ നഗരങ്ങളിലെ യാത്രക്കാർക്ക് തങ്ങൾക്ക് സൗകര്യപ്രദമായ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ ഈ മാറ്റം സഹായകരമാകുമെന്ന് റെയിൽവേ അറിയിച്ചു. പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറുകളിലൂടെയും ഓൺലൈൻ ഇ ടിക്കറ്റുകളിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളുടെ റീഫണ്ട് നടപടികളിലും റെയിൽവേ ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് ടിക്കറ്റ് റദ്ദാക്കൽ സാധാരണയായി ടെർമിനേറ്റിംഗ് സ്റ്റേഷനിലെ കൗണ്ടറിൽ മാത്രമേ നടത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് സ്റ്റേഷനിലെയും കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് റദ്ദാക്കാൻ യാത്രക്കാർക്ക് സാധിക്കും. ഈ ടിക്കറ്റുകളുടെ കാര്യത്തിലും നടപടിക്രമങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട്. മുൻപ് റീഫണ്ട് ലഭിക്കാൻ യാത്രക്കാർ ടിക്കറ്റ് ഡെപ്പോസിറ്റ് രസീത് പ്രത്യേകം സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. പുതിയ സംവിധാനത്തിൽ ഈ നടപടിക്രമം ഒഴിവാക്കി. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്ന സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തെ കൂടുതൽ സുതാര്യവും യാത്രാ സൗഹൃദമാക്കുന്നതിനുമായി കഴിഞ്ഞ വർഷവും റെയിൽവേ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ പുതിയ റീഫണ്ട് നിയമങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതും സങ്കീർണവുമായ ഗതാഗത ശൃംഖലകളിൽ ഒന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടിപ്പാത ശൃംഖലകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഏകദേശം 5000 കോടി യാത്രക്കാരും 650 ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽവേ പാതകളിലൂടെ നീങ്ങുന്നുണ്ട്. എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ നിലനിൽക്കുന്നു. മാത്രമല്ല 15 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.